നമസ്കാരം. മലയാളത്തിൽ ഈ ശശിയാവുക എന്ന ഒരു പ്രയോഗമുണ്ട്. എന്തെങ്കിലും വിശ്വസിച്ച്, ആരെയെങ്കിലും വിശ്വസിച്ച് എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അവസാനം ഉദ്ദേശിച്ചത് നടക്കാതെ വരുമ്പോൾ പ്ലിങ് ആവുക അല്ലെങ്കിൽ ശശിയാവുക എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പറഞ്ഞു വരുന്നത് ഇറാൻ ജനതയെക്കുറിച്ചാണ്. ഇറാൻ എന്ന മഹാരാജ്യം, 10 കോടിയോളം ജനമുള്ള ഇറാൻ്റെ ജനത അസംതൃപ്തരാണ്. അത് നിഷ്പക്ഷമായി നിരീക്ഷിക്കുമ്പോൾ അറിയാം, ഇറാൻ ജനത വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്നു. വലിയ രീതിയിലുള്ള ഉപരോധം, അമേരിക്ക ഉപരോധം കാരണം ഇറാൻ്റെ വിഭവങ്ങൾ, എണ്ണ വിഭവം വിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇറാൻ ഈസ് ഓയിൽ റിച്ച്. പക്ഷേ ഈ എണ്ണ പുറം വിപണികളിൽ എത്തിച്ചെങ്കിൽ മാത്രമല്ലേ ഇറാന് യഥാർത്ഥത്തിൽ വരുമാനമുണ്ടാകൂ. അതുകൊണ്ട് സ്വാഭാവികമായി ഇറാൻ ജനതയ്ക്ക് ഉപരോധത്തിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരുന്നു. കടുത്ത വിലക്കയറ്റം, ഇറാൻ റിയാലിന് തീരെ വിലയില്ലാതെ വരുന്നു. അങ്ങനെയാണല്ലോ ജനം തെരുവിലിറങ്ങിയത്. ഇതിനെ ഒരു ജൈവികമായി കാണുന്നവരുണ്ട്. അതേസമയം തന്നെ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഔപചാരിക ഭാഷ്യം അമേരിക്ക ഇൻസ്റ്റിഗേറ്റഡ് റെവല്യൂഷൻ അല്ലെങ്കിൽ അപ്റൈസിംഗ് എന്നാണ്. അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് ചില ഉറപ്പുകൾ കൊടുക്കുകയാണ്. നിങ്ങൾ പ്രക്ഷോഭം നയിച്ചുകൊള്ളൂ, നിങ്ങൾ ആളിക്കത്തിക്കണം നഗരങ്ങൾ. ഇറാൻ്റെ 31 പ്രവിശ്യകളിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളും പ്രക്ഷോഭകാരികളുടെ പിടിയിലാണ് എന്ന രീതിയിലാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ വാർത്തകൾ വന്നതും റിപ്പോർട്ടുകൾ വന്നതും. പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞു, നിങ്ങൾ റിലൻറ്റ്ലെസ്സായി, ഇടതടവില്ലാതെ പ്രക്ഷോഭം തുടരൂ. ഹെൽപ്പ് ഈസ് ഓൺ ഇറ്റ്സ് വേ. ഞങ്ങളിതാ സഹായവുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വല്പം കൂടെ പിടിച്ചു നിൽക്കുക, പ്രക്ഷോഭത്തിന് തീവ്രത കുറയ്ക്കേണ്ട. അതിന് ഉപോത്ബലകം എന്ന നിലയിൽ ഇറാൻ ഷായുടെ പിൻഗാമി അല്ലെങ്കിൽ ഷാ പഹ്ലവി രണ്ടാമൻ്റെ മകൻ റീസ പഹ്ലവി അമേരിക്കയിൽ വാസത്തിലാണ്. സുഖവാസത്തിലെന്ന് പറയാനാവില്ല എങ്കിലും പ്രവാസത്തിലാണ്. അയാളും പറഞ്ഞു, ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു, ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകും, അത് നിശ്ചയമാണ്. ഈ രീതിയിലുള്ള നറേറ്റീവാണ്. അത് പ്രക്ഷോഭകാരികളെ വലിയ ഉത്സാഹത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ്റെ മതഘടനകൾ നിയന്ത്രിക്കുന്ന അയത്തുള്ള അലി ഖൊമേനി നിയന്ത്രിക്കുന്ന ഭരണകൂടം താഴെ വീഴും. 40ഓളം വർഷമായി, 4 പതിറ്റാണ്ടോളമായി അയത്തുള്ള അലി ഖൊമേനി ഇറാൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുൻപ് തന്നെ 79-ലെ വിപ്ലവം മുതൽ തന്നെ അയത്തുള്ളമാരുടെ കയ്യിലാണ് ഇറാൻ്റെ ഭരണം. പ്രസിഡൻ്റ് ആയിരിക്കുന്നയാൾ നാമമാത്ര ഭരണാധികാരി മാത്രമാണ് യഥാർത്ഥത്തിൽ. അതാണ് അവസ്ഥ. എന്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഈ പണി ഇറാൻ ജനതയോട് കാണിച്ചു? അമേരിക്ക ഇൻവേഡ് ചെയ്തില്ല, അമേരിക്ക വ്യോമാക്രമണം നടത്തിയില്ല, അമേരിക്കയുടെ സഖ്യകക്ഷികൾ അവിടെ എങ്ങും വന്നില്ല. ആകെ എത്തിയത് അമേരിക്കയുടെ ചില യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള ചില യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലും ചെങ്കടലുമായി എത്തി എന്നത് ശരിയാണ്. അമേരിക്കൻ സേനാ താവളങ്ങളിൽ നിന്നും യുദ്ധമുണ്ടാകും എന്ന കണക്കിൽ ഈ ഖത്തറിൽ ഒക്കെയുള്ള അൽ ഉദയ്ദ് വ്യോമതാവളത്തിൽ നിന്ന് വരെ ആളുകളെ പിൻവലിച്ചുകൊണ്ട് യുദ്ധപ്രതീതി ഉണ്ട് എന്ന് ഒരു നറേറ്റീവ് ഉണ്ടാക്കി. അവസാനം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം. ട്രംപ് ഉയർത്തിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ട്രംപ് പറഞ്ഞിരുന്നത് ഇറാൻ ജനത പ്രക്ഷോഭത്തിൽ ആണ്, അവരെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ഭരണകൂടം, അവരെ അറസ്റ്റ് ചെയ്യുകയാണ്, തടങ്കലിടുകയാണ്, വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനതയ്ക്കെതിരെ കയ്യേറ്റം നടത്തിയാൽ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കില്ല, ഞങ്ങൾ ഇറാൻ ആക്രമിക്കും, വേണ്ടി വന്നാൽ ഭരണമാറ്റം നടത്തും. ഇതെല്ലാമാണ് പറഞ്ഞിരുന്നത്. അത് ഏതാണ്ട് ലോകം വിശ്വസിച്ച മട്ടും ആയിരുന്നു. അതിന് മുൻപ് 1-2 വീഡിയോകൾ ഞാൻ ഇതേക്കുറിച്ച് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് കിട്ടുന്ന ഒരു ഫീൽ അത് തന്നെയായിരുന്നു. ആ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി നൽകുന്ന ഒരു ഫീൽ, ലോകമാധ്യമങ്ങൾ വരച്ചിടുന്ന ചിത്രം, അതനുസരിച്ച് മാത്രമല്ലേ നിഗമനങ്ങളിലെത്താനാവൂ. പക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയുകയില്ല എന്നതും വാസ്തവമാണ്. ഇനി നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ ഇപ്പോൾ ആക്രമണം വേണ്ട, ഒരിക്കലും ആക്രമണം നടക്കില്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല, പക്ഷേ ഇപ്പോൾ ആക്രമണം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ ചില പ്രായോഗിക കാരണങ്ങളുണ്ട്. അതിൽ പ്രധാന കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികൾ. അതാരാണ്? ഗൾഫ് മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങളായ അല്ലെങ്കിൽ ഇസ്ലാമിക എമിറേറ്റുകൾ, UAE ഉണ്ട്, ഇസ്ലാമിക രാജ്യഭരണമുള്ള ഖത്തർ അല്ലെങ്കിൽ ഒമാൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദി അറേബ്യയാണ്. അപ്പോൾ സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞു, ഇത് ശരിയാവില്ല, ഇറാനുമായി ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പരമ്പരാഗതമായി ചില പ്രശ്നങ്ങളുണ്ട്. അത് ലോക മാധ്യമങ്ങൾ പലപ്പോഴും ഷിയ സുന്നി വിഷയമായി അതിനെ തുച്ഛീകരിച്ച് കാണും.
പക്ഷേ ആ മേഖലയിലെ വൻ ശക്തി ആരാണ്? സൗദി അറേബ്യ എന്ന സുന്നി രാജ്യമാണോ, ഇറാൻ എന്ന ഷിയ രാജ്യമാണോ എന്ന ഒരു മൂപ്പിളമ തർക്കമുണ്ട്. ചില കാര്യങ്ങളിൽ അതിഭയങ്കരമായ തർക്കവുമുണ്ട്. സൗദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഇറാൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് യമനിലെ ഹൂതി വിമതരെ ഇറാൻ സഹായിക്കുക വഴി സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾക്ക് ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ ഹൂതികൾ വരുത്തുന്നു. ഹൂതികളുമായി നിരന്തരമായ പോരാട്ടത്തിലാണ് സൗദി അറേബ്യ. അത് സൗദി അറേബ്യയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇപ്പോൾ ഇറാനെതിരെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്താൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് രാജഭരണത്തിന് ത്രട്ടൊന്നുമില്ല. ഒരു ജനകീയ അപ്രൈസിംഗ് ഒന്നും സൗദി അറേബ്യയിൽ നടക്കുന്ന കാര്യവുമല്ല. പക്ഷേ ഇറാൻ ജനതയുടെ ഐക്യദാർഢ്യമുണ്ട്. മൊത്തത്തിലൊരു ഇസ്ലാമിക ഐക്യദാർഢ്യമുണ്ട്. അതൊരു ഇസ്ലാമിക രാജ്യമായ ഇറാനെ ഒരു ബാഹ്യരാജ്യം, ബാഹ്യശക്തി അമേരിക്ക മറ്റൊരു സാംസ്കാരിക രാജ്യമാണ് ആക്രമിക്കുമ്പോൾ ഒരു മുസ്ലിം രാജ്യം അതിന് പരസ്യമായി പിന്തുണ കൊടുക്കുന്നു. അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ സൗദി താവളങ്ങളാണല്ലോ പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഖത്തറിലെയും UAE-യിലെയും സൗദി അറേബ്യയിലെയും എല്ലാം താവളങ്ങൾ, ബഹ്റൈനിലെയും എല്ലാം താവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയുടെ ജനങ്ങളുടെ ഒരു എൻഡോഴ്സ്മെൻ്റ് ഉണ്ടാവില്ല. രാജഭരണം അതൊക്കെ കണക്കിലെടുത്തെങ്കിലേ പറ്റൂ ആത്യന്തികമായി. അതാണൊന്ന്. രണ്ട്, മറ്റ് GCC രാജ്യങ്ങളും ഇങ്ങനെ ഒരു ആക്രമണത്തോട് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത് എന്നതാണ് കിട്ടുന്ന വിവരം. രണ്ടാമത്തെ ഒരു ഫാക്ടർ, അമേരിക്കയുടെ ആ ഭാഗത്തെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ചങ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതാരാണ്? അത് മറ്റാരുമല്ല, മറ്റേത് രാജ്യവുമല്ല, അത് ഇസ്രയേലാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനോട് കൃത്യമായി പറഞ്ഞു, വി ആർ നോട്ട് യെറ്റ് റെഡി ഫോർ എൻ അറ്റാക്ക്. ഒരു അറ്റാക്ക് കഴിഞ്ഞാണ്, ഒരു വേവ് ഓഫ് അറ്റാക്ക് കഴിഞ്ഞതാണ്. ഈ രണ്ട് രാജ്യങ്ങളും 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് അവിടെ നടന്നത്. അവൾ ഏകപക്ഷീയമായ വിജയമൊന്നും ഇസ്രയേലിന് അവകാശപ്പെടാൻ ആവില്ല എങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ വാർ മെഷീനറി ഒന്ന് റിഫൈൻ ചെയ്തെടുക്കേണ്ടതുണ്ട്, റിഫോം ചെയ്തെടുക്കേണ്ടതുണ്ട്, റിജുവിനേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്, റീപ്ലിനിഷ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു വാർ എന്ന് പറയുന്നത് പെർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് വാറിലായിരിക്കാനാവില്ല ഇസ്രയേലിൽ. ഓൾറെഡി ഇനഫ് ആൻഡ് മോർ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇസ്രയേൽ ഇപ്പോൾ ഒരു പച്ചക്കൊടി കാട്ടിയില്ല. അങ്ങനെയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് പിന്നെയുള്ള നെയ്റ്റോ പങ്കാളികളാണ് പിന്നെ അമേരിക്കയ്ക്കുള്ള പിൻബലം. ഇപ്പം നെയ്റ്റോയുടെ കൂടെ യുദ്ധമായി. കാരണം നോക്കൂ, ഒന്നാം ഗൾഫ് യുദ്ധം, രണ്ടാം ഗൾഫ് യുദ്ധം അമേരിക്കയുടെ യുദ്ധമാണെന്ന് പറയുമ്പോഴും പിന്നിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള നെയ്റ്റോ പങ്കാളികളുണ്ടായിരുന്നു. നെയ്റ്റോയുടെ ഫോഴ്സസ് ഇടപെടുന്നു എന്നുണ്ട്. ഇപ്പോൾ ഇതാ ട്രംപ് വലിയ ഒരു വൈതരണി നേരിടുന്നു. ഗ്രീൻലൻഡിൻ്റെ കാര്യം പറഞ്ഞു വെച്ചു. ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന നിലയിലായി ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ കൺട്രോളിലുള്ള ഒരു ഭൂപ്രദേശമാണ്, ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലൻഡ്. വലിയ ഭൂവിസ്തൃതിയാണ്. ആ ഗ്രീൻലൻഡ് ഞങ്ങളിങ്ങ് എടുക്കാൻ പോകുന്നു എന്ന താല്പര്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഞങ്ങൾ വില നൽകി വാങ്ങാം. പിന്നീട് പറയുന്നു ഭീഷണിയിലൂടെ തന്നില്ല എങ്കിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും, അല്ലെങ്കിൽ ഞങ്ങൾ കഠിനമായ തീരുവകൾ ഏർപ്പെടുത്തും. ഇപ്പോൾ ഇതാ തീരുവ പ്രഖ്യാപിക്കേണ്ടി വന്നു ട്രംപിന്. ഈ തീരുവ 10% തീരുവയാണ്. ആർക്കെതിരെയാണ്? ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള 8 യൂറോപ്യൻ യൂണിയൻ നെയ്റ്റോ പങ്കാളികൾക്കെതിരെ, സ്വന്തം പങ്കാളികളാണ്, നെയ്റ്റോ പങ്കാളികൾക്കെതിരെയാണ് 10% അഡീഷണൽ ടാരിഫ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിലാരൊക്കെയാണ്? വൻപൻ രാജ്യങ്ങളാണ്, യൂറോപ്യൻ ശക്തികളാണ്, എക്കാലത്തും അമേരിക്കയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന രാജ്യങ്ങളാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്സ്, ഡെൻമാർക്ക്. ഈ 5 രാജ്യങ്ങളോടൊപ്പം തന്നെ സ്കാൻഡിനേവിയയിലെ 3 രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്. നോക്കൂ, 8 പ്രധാനപ്പെട്ട വടക്കൻ അമേരിക്കൻ മേഖല, വടക്കൻ യൂറോപ്യൻ മേഖലയിലെ രാജ്യങ്ങൾക്കെതിരെയാണ് 10% അഡീഷണൽ ടാരിഫ്. അവരതിനെ നഖശികാന്തം എതിർത്തു. അമേരിക്കയുടെ ഒപ്പം നിൽക്കുമ്പോഴും സൈനിക സാമ്പത്തിക പങ്കാളികളാണെങ്കിലും ഈ ഒരു വൻ ചതി അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ട്രംപ് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ മനസ്സിൽ വലിയ സ്ഥാനമില്ലാതെ ആയിരിക്കുന്നു. അറബി മനസ്സുകളിൽ സന്ദേഹം വിധിക്കപ്പെട്ടു. ട്രംപ് പറയുന്നു അറബ് ഇസ്രായേലി പ്രശ്നത്തിന്, പ്രത്യേകിച്ച് ഗാസ വിഷയത്തിൽ ഒരു പരിഹാരം എന്ന് പറയുന്നതല്ലാതെ, ട്രംപ് പരിഹാര ഫോർമുല വെച്ചതല്ലാതെ, പ്രത്യേകിച്ച് ഖത്തറിൻ്റെ ഉൾപ്പെടെ മധ്യസ്ഥത അംഗീകരിക്കുന്നതല്ലാതെ കാര്യമായി ഒന്നും തന്നെ ആ മേഖലയിലില്ല. ഇപ്പോഴും ആ വിഷയം സന്നിഗ്ധ ഘട്ടത്തിലാണ്. അങ്ങനെയുള്ള ട്രംപിൻ്റെ വാക്ക് കേട്ട് ഇറാനെതിരെ ഇപ്പോൾ ആക്രമണത്തിന് കോപ്പ് കൂട്ടിയാൽ ആത്യന്തികമായി നഷ്ടം അറബികൾക്കായിരിക്കും എന്നൊരു ബോധം എങ്ങനെയോ അറബ് രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഒറ്റപ്പണിയേ ഉള്ളൂ, അവസാന അടവെടുക്കുക, പൂഴിക്കടകൻ എടുക്കുക.
എന്താണ് പൂഴിക്കടകൻ? ആക്രമണം എന്ന പൂഴിക്കടകൻ അല്ല അവിടെ ട്രംപ് എടുത്തത്. നയതന്ത്രപരമായ ഒരു പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്തെങ്കിലും അനുകൂലമായി ചെയ്തു എന്നൊന്ന് വരുത്തണമല്ലോ. അപ്പോൾ ഇതാ വരുന്നു, ഇറാൻ ഇതാ 800ഓളം തടവുകാരെ വധിക്കും എന്നതായിരുന്നു അമേരിക്ക കിട്ടിയ വിവരം. ഇപ്പോൾ ഇതാ അയത്തുള്ള ഖൊമേനി എന്ന മഹാമനസ്കൻ ആ ഒരു തൂക്കിക്കൊല അല്ലെങ്കിൽ വധശിക്ഷ തൽക്കാലത്തേക്കെങ്കിലും വേണ്ട എന്ന് വെച്ച് ഒരു പ്രതീകമായി, അതായത് തൂക്കിക്കൊലകളുടെ എല്ലാം പ്രതീകമായി പിന്നെ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേരാണ് ഇർഫാൻ സുൽത്താനി എന്ന പ്രക്ഷോഭകാരിയെ, 26 വയസ്സുകാരൻ പ്രക്ഷോഭകാരിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ. അപ്പോൾ അന്ന് അദ്ദേഹം വധിക്കപ്പെടും. ആ ഇറാൻ ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭം നടത്താൻ മുന്നിട്ട് നിന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ വധിക്കപ്പെടും എന്ന ഏതാണ്ട് ഉറപ്പിൽ നിന്നുകൊണ്ടാണ് അമേരിക്കയും സഖ്യകക്ഷികളും എല്ലാം തന്നെ ഇത് പ്ലാൻ ചെയ്ത്. ഇപ്പോഴിതാ ആ പ്രക്ഷോഭകാരിയുടെ വീട്ടുകാരുൾപ്പെടെ അയാളെ സന്ദർശിച്ച് കഴിഞ്ഞ ദിവസം സംഭാഷണം നടത്തിയതായി വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും ഇറാനിൽ നിന്നും അതിന് പുറത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ആ കാര്യം പറഞ്ഞുകൊണ്ട് സുൽത്താനി ഉൾപ്പെടെയുള്ള ആളുകളുടെ വധശിക്ഷ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്ന് വിരട്ടിയപ്പോൾ ഇത് അയത്തുള്ള അലി ഖൊമേനിയും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഭയപ്പെട്ട് പിന്മാറിയിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ ആക്രമണം ഉപേക്ഷിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? ഇനി ഇതെല്ലാം പുറമെ പറയുന്നതല്ലേ, ഇനി കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാൻ നോക്കാം. എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം? പ്രക്ഷോഭകാരികൾ ഇപ്പോൾ കാര്യമായ പ്രക്ഷോഭം നടത്തുന്നില്ല. നഗരങ്ങൾ പൊതുവെ ശാന്തമാണ്. ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത, കാര്യമായ ക്രാക്ക് ഡൗൺ അവിടെ നടന്നു. അത് നിസ്സംശയം പറയാം. ആയുധങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് മറ്റാരുമല്ല, അയത്തുള്ള അലി ഖൊമേനി തന്നെയാണ്. ഏതാണ്ട് 5000ഓളം പ്രക്ഷോഭകാരികളും ഏതാണ്ട് 1000ഓളം അല്ലെങ്കിൽ 500നും 1000നും ഇടയിൽ സുരക്ഷാ സേന അംഗങ്ങളും കൊല്ലപ്പെട്ടു. ഇറാൻ ഗവൺമെൻറ് തന്നെ പറയുന്ന ഏതാണ്ട് 500ഓളം സുരക്ഷാ സേന അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കാര്യമായ നാശനഷ്ടങ്ങളുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പുകൾ ഇറാൻ ഉള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് 12000ഓളം പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. വലിയ നമ്പറാണ്. ഒരു 10 കോടി ജനസംഖ്യയുള്ള രാജ്യത്തെ ഒരുപക്ഷെ 12000 വലിയ നമ്പറല്ല എങ്കിലും അതുപോലെ 24,000 ചില്ലുവാനം പേര് അറസ്റ്റിലാണ്. ഈ അറസ്റ്റിലായവരുടെ വിചാരണ എത്രത്തോളം നീതിപൂർവമായി നടക്കും? സ്ഥിതിഗതികൾ ശാന്തമായി കഴിഞ്ഞാൽ, അയത്തുള്ള അലി ഖൊമേനിയുടെ സീറ്റ് വളരെ ഫേം ആയി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു വിധിയാണ് ഇവരെ കാത്തിരിക്കുന്നത്, അറസ്റ്റിലായ ആളുകളെ കാത്തിരിക്കുന്നത് ചിന്തനീയമാണ്. അതുകൊണ്ട് പറഞ്ഞ് ഇളക്കി വിടുക ആളുകളെ, എന്നിട്ട് അവരെ ഒരു വഴിയാക്കുക, പെരുവഴിയാക്കുക, എന്നിട്ട് താനൊന്നും പറഞ്ഞില്ലേ എന്ന മട്ടിൽ മിണ്ടാതെ നിൽക്കുക. യഥാർത്ഥത്തിൽ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലിരുന്ന് അതിൻ്റെ സുഖശീതളമയിലിരുന്ന് പ്രസ്താവന നടത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വെനിസ്വേലയിലെ ജനങ്ങളും ഇറാനിലെ ജനങ്ങളും ഒക്കെ അവർ ഭരണകൂടം മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ നല്ലൊരു പങ്ക്, എല്ലാവരുമല്ല, നല്ലൊരു പങ്ക് ഭരണകൂട അനുകൂല പ്രക്ഷോഭങ്ങൾ ഉണ്ട് എന്ന് കൂട്ടുക. നമ്മളത് രണ്ട് വശവും പറയണമല്ലോ. അതുകൊണ്ട് ഭരണകൂടം നിലനിൽക്കണം, ഇസ്ലാമിക വിപ്ലവം ഇപ്പോഴും സജീവമാണ്, നിലനിൽക്കണം, അയത്തുള്ള നേതൃത്വത്തിലുള്ള ഒരു മത ഭരണകൂടം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരും 10,000കണക്കിനുണ്ട് ഇറാനിലെന്ന് ഓർക്കണം. അതിനെ എതിർക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസ് അവിടെ എങ്ങനെയാണ് എന്നൊരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ലേ അറിയാനൊക്കൂ, ഒരു ഹിതപരിശോധനയിലൂടെയല്ലേ അറിയാനൊക്കൂ. സ്വതന്ത്രമായൊരു ഹിതപരിശോധന ഈ വിഷയത്തിൽ മതഭരണകൂടം തുടരണോ വേണ്ടായോ എന്ന ഹിതപരിശോധന ഇറാനിൽ നടക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയും അവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല. പിന്നെ ഏക വഴി മാറ്റം വരണമെങ്കിൽ ഏക വഴി ഭരണകൂടം മാറുക എന്നതാണ്. ഇനി ട്രംപിൻ്റെ മുന്നിലുള്ള വഴി എന്താണ്? ട്രംപ് പല ആവർത്തി പറഞ്ഞു അയത്തുള്ള ഖൊമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. തങ്ങൾ അയത്തുള്ള ഖൊമേനി നയിക്കുന്ന ഭരണകൂടത്തെ റീപ്ലേസ് ചെയ്ത് ഇറാൻ ജനതയ്ക്ക് സ്വീകാര്യമായ ഭരണകൂടത്തെ സൃഷ്ടിക്കും. ഒറ്റ വഴിയേ ഉള്ളൂ, ജനം നിരന്തരമായ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുക. ജനം തന്നെ, അത് ആർമി റാങ്കിൽ എവിടെയാണ്? റെവല്യൂഷണറി ഗാർഡിൽ ഉൾപ്പെടെ IRGC എന്ന ഉന്നത സൈനിക സംഘത്തിൽ ഉൾപ്പെടെ വിള്ളലുകൾ ഉണ്ടാവുകയും ജനകീയ പ്രതിഷേധം ശ്രീലങ്ക മോഡലിൽ, ബംഗ്ലാദേശ് മോഡലിൽ, ഈവൻ നേപ്പാൾ മോഡലിൽ ആഞ്ഞടിക്കുകയും ചെയ്താൽ ഭരണകൂടം സ്വയം താഴെ പോകും. അത് അമേരിക്കയുടെ സഹായമൊന്നും വേണ്ട, ഭരണകൂടം താഴെ പോകും. അവർക്കിഷ്ടമുള്ള, ഇറാനിയൻ ജനതയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭരണകൂടം അവരെ സൃഷ്ടിക്കും. പക്ഷേ അതിനുള്ള സാഹചര്യം അവിടെയില്ല. ഗവൺമെൻറ് ഘടനകൾ വളരെ ദൃഢമാണ്. അവരൊരുപക്ഷെ ജനാധിപത്യ വിരുദ്ധത കാട്ടുന്നു, അവരൊരുപക്ഷെ വലിയ അടിച്ചമർത്തലുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇറാൻ ഈസ് ഫേംലി സീറ്റഡ് അറ്റ് ദിസ് മൊമെൻറ്റ് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ജനം അവസാനം ശശിയായി. നമ്മളെല്ലാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഇറാനിൽ ഒരു ഭരണമാറ്റം ആസന്നമാണ്. ആ നിലപാടിൽ ഇപ്പോൾ ആസന്നമാണ് എന്ന കാര്യം മാത്രം മാറ്റി പറയേണ്ടി വരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഭരണകൂടം ഒരുപക്ഷെ ഒരു ക്രമവും ആത്യന്തികമായി നിലനിൽക്കില്ല എന്ന് സ്നേഹമുള്ള പ്രേക്ഷകരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. റോമൻ ക്രമം, പാക്സ് റൊമാന തകർന്നു. നൂറ്റാണ്ടുകളോളം നിലനിന്ന റോമ ആധിപത്യം തകർന്നു. പാക്സ് ബ്രിട്ടാനിക്ക, എന്താണ്, ബ്രിട്ടൻ നയിക്കുന്ന, യുണൈറ്റഡ് കിങ്ഡം നയിക്കുന്ന ഒരു ലോകക്രമം 19-20 നൂറ്റാണ്ടുകളുടെ മധ്യം അതൊരിക്കലും തകരില്ല എന്നാണ് വിചാരിച്ചത്. തകർന്ന് മണ്ണടിഞ്ഞില്ലേ? ഒരു ഈ 2 ധ്രുവ സംവിധാന ലോകക്രമത്തിൽ ഇല്ലേ, സോവിയറ്റ് യൂണിയൻ ഒരു വശത്തും അമേരിക്ക മറുവശത്തുമായി ധ്രുവീകരണം ഇത് തുടരുമെന്നല്ലേ വിചാരിച്ചത്? ആര് വിചാരിക്കുന്നു സോവിയറ്റ് യൂണിയൻ 1990-ൽ തകരുമെന്ന്? ആര് വിചാരിക്കുന്നു? ഇരുധ്രുവ സംവിധാനം പോയി, അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ക്രമമുണ്ടായി, അത് തകരില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചു. ഇനിയിപ്പോൾ അമേരിക്കയുടെ നേർവാഴ്ചയാണ്. അല്ല എന്ന് ലോകം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അമേരിക്കയ്ക്കെതിരെ ജൈവികമായ പ്രക്ഷോഭങ്ങൾ, സാംസ്കാരികമായ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നു. G20 എന്ന ഗ്ലോബൽ റെജിമെനാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ സംവിധാനങ്ങൾ വരുന്നു, അമേരിക്കൻ മേധാവിത്വത്തിനെതിരെ. അപ്പം ഇതെല്ലാം കണ്ടില്ല എന്നടിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇറാനിലെ ക്രമവും ഒരു നാൾ വീഴുമെന്നതിൽ സംശയമില്ല. പക്ഷേ അമേരിക്ക എൻജിനീയർഡ് ഒരു ക്രമം ഇപ്പോൾ വീഴും എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ പ്രിമച്വർ തോട്ടാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു. നാളെ ഒരുപക്ഷെ അമേരിക്കയുടെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ സാറ് പറഞ്ഞില്ലേ ഇപ്പോൾ ഇതാ ഇവിടെ സമാധാനമായി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല. നാളെ അന്താരാഷ്ട്ര രാഷ്ട്രീയം ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം വെച്ച് മാത്രമേ വിലയിരുത്താൻ ആവൂ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇറാനിയൻ പോപ്പുലേഷൻ ഡിസേർവ് എ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് ഇസ് മൈ ഒപ്പീനിയൻ. അതുകൊണ്ടാണ് പേർഷ്യൻ സംസ്കാരം, ഇറാനും ഇറാഖും ഒക്കെ ചേർന്ന പ്രദേശമാണല്ലോ ചരിത്രപരമായ പേർഷ്യ. എത്രയോ അഡ്വാൻസ്ഡ് ആയിരുന്നു, എത്രയോ അഡ്വാൻസ്ഡ് സിവിലൈസേഷനാണ്, എത്രയോ വിഖ്യാതമായ നിർമ്മിതികൾ, എത്രയോ നാഗരികമായ സംസ്കാരം. ആ ഒരു സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമല്ലേ ഇന്ന് ഇറാനിലെയും ഇറാഖിലെയും സിറിയയിലെയും ടർക്കിയിലെയും ഒക്കെ ആളുകൾ. പേർഷ്യൻ എംപയർ വ്യാപിച്ചു കിടന്ന ഒരു സമയം. ഇന്ന് ഇറാൻ്റെ അവസ്ഥ നോക്കൂ. ഇത്രയധികം വിഭവങ്ങളുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ചൂഷണം ചെയ്യാനോ വിനിമയം നടത്താനോ അന്തസ്സായി ജീവിക്കാനോ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോഴും ഇറാൻ്റെ നഗരങ്ങൾ വളരെ ഇൻടാക്റ്റാണ്. അവിടെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഈ 79-ൽ തുടങ്ങിയ ഇസ്ലാമിക് റിപ്പബ്ലിക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഇറാനിൽ കൊണ്ടുവന്നു. വലിയ രീതിയിലുള്ള വികസനം അവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇറാൻ്റെ വിദേശ നയം, അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ വിസമ്മതിക്കുന്ന ഇറാൻ്റെ വിദേശ നയം, അത് അവരുടെ നയമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇപ്പോൾ പലപ്പോഴും വിട്ടുവീഴ്ച, സമവായം, ഇതൊക്കെ പാരസ്പര്യം, ഇതൊക്കെ ആവശ്യമാണ്. ബുദ്ധിപൂർവം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ മേധാവിത്വം അംഗീകരിച്ചു കൊടുത്തു. ആ രീതിയിൽ ഇറാൻ അമേരിക്കൻ മേധാവിത്വം അംഗീകരിക്കാതെ ഇരിക്കുമ്പോൾ പോലും അമേരിക്ക വിരുദ്ധമായ അതികഠിനമായ പ്രസ്താവനകൾ നടത്താതെ ഇരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഉപരോധം ഏർപ്പെടാതിരിക്കാമായിരുന്നു. അല്ല എങ്കിൽ ഇറാൻ വിശ്വസിച്ച റഷ്യയും ചൈനയും ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സഹായവുമായി എത്തണമായിരുന്നു. അപ്പോൾ അവർ വെറുതെ മാറി നിൽക്കുകയാണ്. ചൈനയ്ക്ക് ചൈനയുടേതായ വിഷയങ്ങളുണ്ട്, റഷ്യയുടേതായ ആഭ്യന്തര വിഷയങ്ങളും ഉക്രൈൻ യുദ്ധവുമുണ്ട്. അതുകൊണ്ട് ഇറാനും ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ ഭരണകൂടം ഇപ്പോൾ ഒരു ശാന്തത ഉണ്ട് എങ്കിലും നാളെ ഒരു പൊട്ടിത്തെറി സംഭവിക്കില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അസുഖകരമായ ഒരു ശാന്തതയുടെ നാളുകളിലൂടെ ഇപ്പോൾ ഇറാൻ പോകുന്നു. തൽക്കാലം ഒരു യുദ്ധം ഒഴിവായി എന്ന ആശ്വാസത്തിൽ പോകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.